യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പന്തക്കുസ്ത തിരുനാൾ, തിരുസഭയുടെ ജന്മദിനം. ആദ്യ പന്തക്കുസ്ത നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് നടത്തിയ ഒറ്റ പ്രസംഗത്തിലൂടെ 3000 പേര് മാമോദിസ സ്വീകരിച്ചു. ശിഷ്യന്മാർ വിവിധതരം പ്രവർത്തനങ്ങളിൽ പിന്നീട് ഏർപ്പെട്ടുകൊണ്ട് സഭ വളർന്നു. പൗലോസ്ലീഹ മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതലായി വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വചനം പ്രഘോഷിച്ച് അനേകരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുകയും ചെയ്തു. ആർക്കും ആരോടും അസൂയ തോന്നിയില്ല, ആരും അഹങ്കരിച്ചില്ല. വചനം സൂചിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവാണ് എല്ലാവർക്കും വ്യത്യസ്തമായ ദാനങ്ങളും വരങ്ങളും നൽകുന്നതും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതും. എല്ലാം വ്യക്തിപരമായ നേട്ടത്തിനല്ല, മറിച്ച് പൊതു നന്മയ്ക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി കഴിവുകളും നന്മകളും വരങ്ങളും ഫലങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കഴിവുകൊണ്ട് കിട്ടിയതല്ലെന്നും ദൈവത്തിൻ്റെ ദാനം മാത്രമാണെന്നും പരിശുദ്ധാത്മാവിനെ പ്രചോദിതരായി എല്ലാവർക്കും വേണ്ടി അത് ശുശ്രൂഷ ചെയ്യാനാണെന്നും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ. മറിച്ച് അഹങ്കാരവും അസൂയയും നമുക്ക് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി കഴിവുകൾ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് പൈശാചിക പ്രലോഭനം മാത്രമാണെന്ന് മനസ്സിലാക്കാനും തള്ളിക്കളയാനും നമുക്ക് സാധിക്കട്ടെ. ആ പരിശുദ്ധാത്മാവിനെ പ്രചോദിതരായി നല്ലൊരു ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.